ശാന്തകുമാർ, നമ്മൾ ആ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് അതേ എത്തിക്കുകയാണ്. എന്താണ് ഇപ്പോഴും അവിടെ ഈ മണ്ണിടിഞ്ഞ് വീഴുന്നുണ്ടോ? വിവരങ്ങൾ എങ്ങനെയാണ്? സേതു, ഇത് മലപ്പുറത്ത് നിന്ന് പരപ്പനങ്ങാടി പോകുന്ന റോഡാണ്. ആ റോഡിന്റെ ഒരു ഭാഗത്ത് പാണക്കാടാണ്. മലപ്പുറം നഗരത്തിൽ നിന്ന് ഏകദേശം ഒരു 15 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ. പ്രധാനപ്പെട്ട പാതയാണ്. ആ പാതയരികിലുള്ള ഒരു മലയാണ് ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് അവിടെ ഈ സ്വകാര്യ വ്യക്തികൾ ആ മല നേരത്തെ തന്നെ ഇടിച്ചിട്ടുണ്ടായിരുന്നു. അത് പിന്നീട് ഇപ്പോൾ കൂടുതൽ മഴ പെയ്തപ്പോൾ അത് കൂടുതലായി ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം അനധികൃതമായി നടക്കുന്ന നിർമ്മാണ പ്രവർത്തനമാണ്. യാതൊരു അനുമതിയുമില്ലാതെയാണ് ഈ മല ഇടിച്ചിരുന്നത് എന്നാണ് പറയുന്നത്. അത് ഇപ്പോൾ അവിടെ നിന്ന് മുകളിൽ നിന്ന് തന്നെ വലിയ തോതിൽ വെള്ളം കുത്തി ഒലിച്ചു വരുന്നുണ്ട്. അത് കൂടുതൽ ഇടിഞ്ഞു പോരുന്നതിനുള്ള സാധ്യതയുമുണ്ട്. ഇതൊരു സംസ്ഥാന പാതയ്ക്ക് അരികിലുള്ള ഒരു മലയാണ്. ആ സംസ്ഥാന പാതയിലേക്കാണ് ഈ മണ്ണ് മുഴുവൻ വരുന്നത്. തൊട്ടപ്പുറത്ത് ഈ പാതയ്ക്കപ്പുറം കടലുണ്ടി പുഴയാണ്. ഈ കടലുണ്ടി പുഴയിലേക്ക് പൂർണ്ണമായും ഈ മണ്ണ് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാവാനുള്ള എല്ലാ സാധ്യതയും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കാരണം വലിയ തോതിൽ തന്നെ ഇപ്പോഴും വെള്ളം കുത്തിയൊലിച്ചു വരികയാണ്. ഇവിടെ ഈ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നതിനുള്ള യാതൊരു അനുമതിയും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഈ മല ഇടിക്കുന്നതിനുള്ള യാതൊരു അനുമതിയും ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് നാട്ടുകാരും പറയുന്നത്. ഇത് മല എത്ര കാലമായി ഇവിടെ ഇങ്ങനെ ഇടിച്ചിട്ട്? ഇതിപ്പോ ഒരു വർഷമായിട്ടുള്ളത്. ഒരു വർഷമാവുന്നുള്ളൂ. ഒരു വർഷമായിട്ട് അങ്ങനെ മണ്ണിടിച്ചില്ല? അല്ല, മണ്ണിടിച്ചിൽ ഇതിന് മുന്നേ ഉണ്ടായിട്ടില്ല. അല്ല, മണ്ണ് ഇവിടുന്ന് മാറ്റിയത് ഒരു വർഷമായി. ഒരു വർഷം ആയിരുന്നുള്ളൂ. എന്തിനു വേണ്ടി ചെയ്തായിരുന്നു അറിയില്ല. ഇത് എന്തായിരുന്നു ഇവിടെ ഒരു ഹോസ്പിറ്റലിൽ വരാൻ വേണ്ടി മാന്തിയതാണത്. സ്വകാര്യ ആശുപത്രിയാണോ? സ്വകാര്യ പ്രൈവറ്റ്. നമ്മളെ എന്താണ് ഹെൽത്ത് സെന്റർ അല്ല, ഗവൺമെന്റ്. അത് അപ്പുറത്താണ്. അവിടെ പമ്പലട്ടിയ ഇത് ഏറെ നാളായോ ഇങ്ങനെ ഇവിടെ മണ്ണിടിച്ചില്ല? 6 മാസമായിട്ടുള്ളത്. 6 മാസമായിട്ടുള്ളൂ. എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഇവിടെ ചെയ്യുന്നത്? ഇത് ബിൽഡിങ്ങിനും അത് ഹോസ്പിറ്റലായിട്ട് തുടങ്ങാനാണ്. ഇല്ല, ഹോസ്പിറ്റലും അവിടെ ബിൽഡിംഗ് വ്യാപകമായിട്ടുണ്ടോ? അറിയില്ല, എനിക്കറിയില്ല. ഇത് എന്താണ് അതിന്റെ ഒരു സ്ഥിതി? ഇങ്ങനെ ഇവിടെ സ്വകാര്യ ആശുപത്രിക്കും ഒപ്പം തന്നെ മറ്റ് കെട്ടിടം നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അനുമതിക്ക് വേണ്ടി ഇവർ ശ്രമം നടത്തിയിരുന്നു. പക്ഷേ മല ഇടിക്കുന്നതിനോ ജിയോളജി വകുപ്പിന്റെയോ മറ്റ് വകുപ്പുകളുടെയോ യാതൊരു അനുമതിയും ലഭിച്ചിരുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ നേരത്തെ നമ്മൾ അധികൃതരോട് ചോദിച്ചപ്പോൾ തന്നെ പറഞ്ഞത്. തീർത്തും ഇത് അനധികൃതമായ. ഏറ്റവും പ്രധാനപ്പെട്ടത് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടിയുടെ വീടിന് ഏകദേശം ഒരു 200 മീറ്റർ അടുത്താണ് ഈ മണ്ണിടിച്ചിൽ നടന്നിട്ടുള്ളത്. അല്ലെങ്കിൽ ഇപ്പോൾ ഈ മണ്ണിടിച്ചിൽ നടക്കുന്നത് എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ ഒരു സംസ്ഥാന പാതയ്ക്കരികിൽ, ഒരു പ്രധാനപ്പെട്ട പാതയ്ക്കരികിൽ ഏത് സമയത്തും എല്ലാവർക്കും കാണാവുന്ന ഒരു ഇടത്താണ് ഇത്തരത്തിൽ നേരത്തെ അനധികൃതമായി മണ്ണ് ഇടിച്ചത്. ആ മണ്ണിടിച്ചതാണ് ഇപ്പോൾ ഒരു വലിയ അപകടത്തിലേക്ക് ശരിക്കും ഒരു ആശങ്കപ്പെടുത്തുന്ന സാഹചര്യം അവിടെ നിലനിൽക്കുന്നില്ലേ? അവിടെ ഈ മണ്ണ്, അത് നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണുമ്പോൾ മണ്ണിടിച്ചിൽ ഇപ്പോഴും നടക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. തീർച്ചയായും. അതായത് ഈ റോഡിനോട് ചേർന്ന് ഉള്ള ഭാഗത്ത് നിന്ന് മണ്ണ് നേരത്തെ തന്നെ നീക്കിയിട്ടുണ്ടായിരുന്നു. അത് പരിപൂർണമായും സ്വകാര്യ ആവശ്യങ്ങൾക്ക് വേണ്ടി, കെട്ടിട നിർമ്മാണത്തിന് വേണ്ടിയിട്ടാണ് അഥവാ നീക്കിയിട്ടുണ്ടായിരുന്നത്. അതാണ് പിന്നീട് ഇപ്പോൾ മുകളിൽ നിന്നും അത് മഴ പെയ്തപ്പോൾ കൂടുതൽ ഇടിഞ്ഞു വരുന്നത്. അതായത് ഇപ്പോഴും നമുക്ക് കാണാം പലയിടത്തും ആ മണ്ണിടിഞ്ഞിൽ പല ഭാഗത്തും മണ്ണ് പൂർണ്ണമായും ഇടിഞ്ഞ് താഴേക്ക് വരുന്നുണ്ട്. ഒപ്പം തന്നെ ഒരു ഭാഗത്ത് വലിയ തോതിൽ, ശക്തമായ തോതിൽ തന്നെ ആ മലയുടെ മുകളിൽ നിന്ന് വെള്ളവും ഒലിച്ചു വരുന്നു. ഇങ്ങനെ ഈ മണ്ണിടിയുന്ന ഭാഗത്ത് കൂടെ വെള്ളം ഒലിച്ചു വരുന്നത് തന്നെ വലിയ ഒരു അപകടത്തിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ പോലീസും അധികൃതരും എല്ലാവരും ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. റോഡ് ഉൾപ്പെടെ ഇപ്പോൾ ഗതാഗത നിയന്ത്രണം പാലിക്കാൻ വേണ്ടി ശ്രമം നടത്തുന്നുണ്ട്. പക്ഷേ അപകടകരമായ ഒരവസ്ഥ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. ഇത് ഒരു പ്രധാനപ്പെട്ട പാതയാണ്. മലപ്പുറത്തു നിന്നും പരപ്പനങ്ങാടി ഭാഗത്തേക്ക് പോകുന്ന, വേങ്ങര വഴി പോകുന്ന ഒരു സംസ്ഥാന പാതയാണ്. ആ സംസ്ഥാന പാതയ്ക്ക് അരികിലാണ് ഇതുപോലെ വലിയ തോതിൽ ഒരു മണ്ണിടിച്ചിൽ ഇപ്പോൾ നടക്കുന്നത്. അത് മനുഷ്യ നിർമ്മിച്ച ഒരു മണ്ണിടിച്ചിലാണ്. അതിന് സാഹചര്യം ഉണ്ടാക്കിയത് അനധികൃതമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിൻ്റെ ഭാഗമായി ഉണ്ടായിട്ടുള്ള ഒരു മണ്ണിടിയിലാണ്, അല്ലെങ്കിൽ ഒരു അപകടമാണ് ഇപ്പോൾ ഈ മഴയത്ത് ഉണ്ടാകുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. സേതു, ഇതിപ്പോ നേരത്തെ ഇത് 1 വർഷമായി അവിടെ മണ്ണ് നീക്കിയിട്ട് 1 വർഷമായെന്ന് ഇപ്പോൾ പ്രതികരണത്തിലൂടെ മനസ്സിലാവുന്നു. അപ്പം ആ സമയത്ത് ആരെങ്കിലും ആശങ്കപ്പെടുത്തുകയോ അല്ലെങ്കിൽ ആശങ്ക ഉന്നയിക്കുകയോ, ഇപ്പൊ കുഞ്ഞാലിക്കുട്ടിയുടെയൊക്കെ വീടിന്റെ തൊട്ടടുത്താണെങ്കിൽ ഇതൊക്കെ ശ്രദ്ധയിൽപ്പെടേണ്ടതായിരുന്നില്ലേ ശാന്തകുമാർ?
തീർച്ചയായും ഇത് ശ്രദ്ധയിൽപ്പെടേണ്ടതാണ്. നാട്ടുകാർ ഇത് പലപ്പോഴും ആ അധികൃതരുടെയും വില്ലേജ് അധികൃതരുടെയും അതുപോലെ തന്നെ റവന്യൂ അധികൃതരുടെയും എല്ലാം ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. അവരുടെ ഈ കാര്യങ്ങൾ പറഞ്ഞത്. പക്ഷേ ഇവയ്ക്കെതിരെ ഒരു ശക്തമായ നടപടി എടുക്കാൻ അന്ന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതിന് നമുക്ക് ഇപ്പോൾ തന്നെ ബോധ്യമാകും. കാരണം അത് കണ്ണടച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ. ഇപ്പോഴും അത് ഇടിഞ്ഞ് വീഴുന്നത് നമുക്ക് ദൃശ്യങ്ങൾ കാണാം. അങ്ങനെ ഓരോ ഭാഗത്തു നിന്നും അതിൻ്റെ മണ്ണ് ഏകദേശം ഒരു 200 മീറ്ററോളം നീളത്തിലാണ് ഈ റോഡിൽ നിന്നും ഈ മണ്ണ് നേരത്തെ തന്നെ നീക്കം ചെയ്തിരുന്നത്. അത് ഏകദേശം അതിൻ്റെ ഉയരം ഒരു 12 അടി 18 അടിയോളം ഉയരമുണ്ട്. ആ ഉയരത്തിൽ നിന്നാണ് ഇപ്പോൾ മണ്ണ് താഴേക്ക് വീണുകൊണ്ടിരിക്കുന്നത്. മഴ ഒപ്പം തന്നെ ആ മലയുടെ മുകളിൽ നിന്നുള്ള വെള്ളവും ഒലിച്ചു വരുന്നു. ആ വെള്ളം കൂടി ഒലിച്ചു വരുന്നത് തന്നെയാണ് ഏറെ അപകടമുണ്ടാക്കുന്നത്. അത് കൂടുതൽ മണ്ണ് ഇടിഞ്ഞു വരാനുള്ള സാധ്യത ഉണ്ടാകാനുള്ള എല്ലാ സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്. നേരത്തെ തന്നെ പല മരങ്ങളും കടപുഴകി താഴേക്ക് പതിച്ചിട്ടുണ്ട്. തെങ്ങ് ഉൾപ്പെടെ അവിടെയുണ്ട്. അതൊക്കെ താഴേക്ക് നേരത്തെ തന്നെ പതിച്ചിട്ടുണ്ട്. എന്തായാലും ആ പാറ പൊട്ടിക്കൽ നേരത്തെ അവിടെ നടന്നിരുന്നു. അതും നമുക്ക് അതിൻ്റെ തൊട്ടടുത്ത് കാണാം. അങ്ങനെ ഈ റോഡരികിൽ അനധികൃതമായി നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ഇതിനെ അധികൃതരുടെ കണ്ണടച്ചത് കൊണ്ട് മാത്രമാണ് ഈ മല ഇങ്ങനെ അനധികൃതമായി തുരക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുള്ള യാത്രകൾ. അതാണ് ഇപ്പോൾ ഒരു അപകടത്തിലേക്ക് കൂടി എത്തിയിരിക്കുന്നത്. അവ നിയന്ത്രിക്കുന്നതിന് വേണ്ടി അത് നേരത്തെ നിയന്ത്രിച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രദേശത്തെ ഇത്രയും ആശങ്ക ഉണ്ടായിരുന്നില്ല. സേതു ഇത് ഇപ്പുറത്തൊരു മലയാണ്. ഇതിന്റെ നടുവിൽ ഈ ഭാഗത്ത് റോഡാണ്, പ്രധാന സംസ്ഥാന പാതയാണ്. ഈ റോഡിന്റെ തൊട്ടപ്പുറത്താണ് കടലുണ്ടിപ്പുഴ. കടലുണ്ടിപ്പുഴയിലും നല്ലപോലെ വെള്ളം ഉയർന്നു വരുന്നുണ്ട്. അത് വേഗത്തിൽ വെള്ളം ഉയർന്നു വരുന്ന ഒരു പുഴ കൂടിയാണ്. അങ്ങനെ എല്ലാം കൊണ്ടും വളരെ ജാഗ്രതയോടെ അല്ലെങ്കിൽ വളരെ ആശങ്കയോടെ നിൽക്കുന്ന ഒരു പ്രദേശമായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ പാണക്കാട്. ശരി ശാന്തകുമാർ, ഇപ്പം നമ്മൾ പ്രേക്ഷകരെ ആ ദൃശ്യങ്ങളിൽ നമ്മൾ കാണുന്ന പോലെ തന്നെ മണ്ണിടിഞ്ഞ് വീഴുകയാണ് അവിടെ. ഇത് അനധികൃതമായ ഒരു മണ്ണിടിച്ചതാണ്. ഒരു പ്രദേശത്ത് എന്തോ ഒരു സ്ഥാപനം വരാനായി ഒരു സ്വകാര്യ ഉടമ മണ്ണിടിച്ച സ്ഥലമാണത്. അവിടെയാണ് ഇപ്പോൾ വീണ്ടും മണ്ണിടിച്ചിട്ടുണ്ടാകുന്നത്. പുറകോട്ടേക്ക് ശാന്തകുമാർ, അതൊരു ജനവാസ മേഖല അല്ലെന്ന് തോന്നണല്ലേ? പുറകോട്ടേക്ക് അത് ഒരു എന്താ അതൊരു വലിയ പുരയിടമാണോ? വലിയ തെങ്ങിൻ തോട്ടമാണ്. അതിന് മുകളിൽ റബ്ബറൊക്കെ ഉണ്ട്. മറ്റു മരങ്ങളെല്ലാം ഉള്ള ഒരു വലിയ മലയുടെ വശങ്ങളാണ്. പക്ഷേ ഈ ജനവാസ മേഖല തന്നെയാണ്. അതായത് നിരവധി വാഹനങ്ങൾ രാത്രിയും പകലും ഭേദമില്ലാത്ത നിരവധി വാഹനങ്ങൾ ഈ റോഡിലൂടെ പോകുന്ന ഇടമാണ്. തൊട്ടപ്പുറത്ത് ഏകദേശം ഒരു 500 മീറ്റർ അപ്പുറത്ത് വീടുകളുണ്ട്. നിരന്തരം ആളുകൾ വിദ്യാർത്ഥികളും അതുപോലെ തന്നെ മുതിർന്നവരും എല്ലാവർക്കും നിരന്തരം യാത്ര ചെയ്യുന്ന ഒരു പ്രധാന പാത കൂടിയാണിത്. ആ പ്രധാന പാതയിലാണ് ഇത്തരത്തിൽ ആ പ്രധാന പാതയോട് ചേർന്നിട്ടുള്ള ഒരു മലയിലാണ് ഈ മണ്ണിടിച്ചിൽ സ്വകാര്യ വ്യക്തികൾ നേരത്തെ അനധികൃതമായി നടത്തിയിരുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ അധികൃതർ നാട്ടുകാരിൽ നിന്ന് തന്നെ മനസ്സിലാക്കുന്നത്. നാട്ടുകാർ തന്നെ പലതവണ അധികൃതരെ അറിയിക്കുകയും ചെയ്തതാണ്. പക്ഷേ തുടരൂ. ഞാൻ ശാന്തകുമാറിലേക്ക് മടങ്ങി വരാൻ. ചുരുക്കത്തിൽ ഒരു മനുഷ്യ നിർമ്മിത മണ്ണിടിച്ചിലാണ് ആ പ്രദേശത്ത് ഉണ്ടായത് എന്ന് സാരം.